അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഒരു ഓഞ്ഞ് ഇതുപോലത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ എൻ്റെ കൂടെ കാണ്. സുഖല്ലേ, രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ കർട്ടനിൽ തുടക്കണേ. എനിക്കിവിടെ ടവലോ എന്ത് കിടന്നാലും എനിക്ക് തുടക്കാൻ പറ്റില്ല. എനിക്ക് കർട്ടൻ ഉണ്ടെങ്കിലേ തുടക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് മോയ്സ്ചറൈസറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എവിടെ എനിക്കറിയില്ല അതൊക്കെ എവിടെയാണ്. ഞാൻ പിന്നെ കിട്ടിയ ഒരു എലോവേരാ ജെല്ല്, അതിൻ്റെ ബ്ലൂ കളർ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാമായിരിക്കാം. കാരണം മറ്റേ ഈ ഒരിടക്ക് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിരുന്നല്ലോ, ശംഖുപുഷ്പം തേച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു, ആ ബ്രൈറ്റനിങ് പാക്ക് രാത്രി തേക്കുന്ന അതായിരുന്നു. പിന്നെ ഞാൻ തേക്കാറില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിസൾട്ടൊന്നുമില്ല. പിന്നെ വാസ്ലിൻ തേച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിരുന്നു. ഞാൻ ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണം. എല്ലാവരും പറയുന്നു അത് പിഗ്മെൻ്റ് ആകുമെന്ന്. എനിക്കാണോ മനസ്സിലാകാത്തതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ചുണ്ട് ഓൾറെഡി അങ്ങനെ ഏതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ ടിൻഡർ ബ്ലഷാണ്, അത് ടിൻഡർ ബ്ലഷ് അല്ല, ശരിക്കും ടിൻഡർ ലിബാമാണ്. എനിക്ക് അത്ര ടിൻഡ് പറ്റാത്തതുകൊണ്ട് ഞാനത് എൻ്റെ ബ്ലഷാക്കി. പിന്നെ ഒരു എടുത്ത ചാട്ടത്തിന് ഞാനൊരു ലിപ് ഗ്ലോസ് വാരി തേച്ചിൻ്റെ കൃഷ്ണയ്ക്ക് പറയാനൊന്നുമില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ഞാൻ എല്ലാം കൂടി പോയി തുടച്ച് കളഞ്ഞ് രണ്ടാമത് ലിപ്സ്റ്റിക്ക് ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ എനിക്ക് വരുന്ന പ്രശ്നമാണ് മുടി വെട്ടിക്കഴിഞ്ഞ് ഷാമ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ സംഭവം പറഞ്ഞിട്ട് എണ്ണ വെച്ചിരുന്നു കുറച്ച്. പക്ഷേ പിന്നെ മുതൽ എൻ്റെ മുടി സെറ്റായിട്ടേ ഇല്ല. പിന്നെ ഞാൻ പെർഫ്യൂം അടിക്കുകയാണ്, നമ്മുടെ വോട്ടഗേളിൻ്റെ വെനില. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്വീറ്റായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഇഷ്ടപ്പെട്ടോന്ന് എല്ലാവരും പറയാം. അപ്പം ടാറ്റ.